എങ്ങനെ ഈ കട മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയില്ല. എന്താ നമ്മുടെ അവസ്ഥ പറഞ്ഞാട്ട്? ഞങ്ങൾക്ക് വേറെ നിവർത്തിയൊന്നുമില്ല. ഞാനൊരു അസുഖക്കാരി, എനിക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വന്ന്, അറ്റാക്കും ഒക്കെ വന്ന്, ഞങ്ങൾ ആശുപത്രിയിൽ നിന്നൊക്കെ വന്ന് എന്തെങ്കിലും ജോലി അല്ലാതെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ തുടങ്ങിയത്, കുടുംബശ്രീക്കാർ സഹായിച്ച് അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ കടയായത്. ഇതിനകത്ത് എല്ലാം പോയി. ഞങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ തന്നെ പൈസ ഇല്ലാതൊന്നും പറ്റത്തില്ല. ഞങ്ങളുടെ ഒരു നിവർത്തിയില്ല. കുടുംബശ്രീയിൽ നിന്ന് 2 ലക്ഷം രൂപ അതടയ്ക്കണം. പിന്നെ അത്തച്ചീട്ടിയുടെ പൈസയൊക്കെ തന്നെ അവർ ഞങ്ങളെ സഹായിച്ചടയ്ക്ക്, അതൊക്കെ ഇപ്പം തിരിച്ചടയ്ക്കേണ്ടത്, അതൊക്കെ അടയ്ക്കണം. 2 ഗ്യാസ് കുറ്റി, പിന്നെ അരി, ചാക്കുംപടി അരിയൊക്കെ എടുക്കണം. ഇതെല്ലാം മസാലകളെല്ലാം പോയി. എന്താ നമ്മൾ മുന്നിൽ എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ? സാധനങ്ങൾ ഈ മിക്സിയൊക്കെ പോയി, മിക്സിയൊക്കെ അതെല്ലാം പോയി. ഫാനും എല്ലാം വെള്ളത്തിലായിരുന്നു. ഞങ്ങൾ വന്ന് ഇന്നലെ എല്ലാം പുതിയതെല്ലാം പോയി. നമസ്കാരമുണ്ട്. ഇത് കേരളത്തിൽ 2 ദിവസം മുമ്പ് 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടന്ന 2 വ്യത്യസ്ത കാഴ്ചകൾ. ഈ രണ്ടാമത്തെ കാഴ്ച എന്ന് പറയുന്നത് പല കാഴ്ചകളിലെ ഒരു കാഴ്ച മാത്രമാണ്. ഇതാണിപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. കൊടുമ്പിരി കൊണ്ട വിവാദമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ കാഴ്ചകളെ കുറിച്ചാണ് നമ്മുടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നതും വലിച്ചു കീറുന്നതും. അതിലൊരു ചെറിയ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊന്ന് കണ്ടും കേട്ടും നോക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട എന്ന ചോദ്യം പോലും അപ്രസക്തമാണ്. പ്രശ്നം അവിടെയല്ല. മുന്നറിയിപ്പുകൾ നൽകേണ്ട സംവിധാനങ്ങൾ പിന്നെയും ദുരന്തമായി മാറിയ മറ്റൊരു രാത്രി. രായ്ക്കുരാമാനം ആർത്തുപെയ്ത പേമാരിയിൽ 16 അകാല മരണങ്ങൾ, കോടികളുടെ നാശം, നഷ്ടം, മനുഷ്യർ കൈക്കുഞ്ഞുങ്ങളടക്കം പ്രാണൻ വാരിപ്പിടിച്ച് പെരുവഴി ആധാരം എന്ന ഗതികെട്ട ദുരന്തകാല ചിത്രത്തോട് ചേർത്തു വെക്കാവതല്ല. ആവോല് പൊരിച്ചടക്കം നിറഞ്ഞ തീന്മേശാ ദൃശ്യങ്ങൾ. അവിടെയാണ് പ്രശ്നം. വാക്കിലും പ്രവൃത്തിയിലും ആദ്യ പിടിച്ച മനുഷ്യർക്കൊപ്പം നാടിന്റെ നേതാവ് കട്ടയ്ക്ക് നിൽക്കേണ്ട സമയത്ത് ആ ചിത്രം പുറത്തേക്കെത്തൽ ഔചിത്യ പ്രശ്നമാണ്. മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നമാണ്. അന്ന് 2018 മുഖ്യമന്ത്രി നിരാഹാരമെന്ന് ഞാൻ അറിഞ്ഞില്ല, ആഹാരം കഴിച്ചത് അപരാധമെങ്കിൽ മാപ്പ് എന്ന പരിഹാസം ആ മനുഷ്യരെ കളിയാക്കലാണ്. CMA ഒഡാസിറ്റിയാണ്, ഇൻസെൻസിറ്റിവിറ്റി. ഈ മാധ്യമ പ്രവർത്തകനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും കടിച്ചു കീറിക്കൊണ്ടിരുന്ന ഹാഷ്മി താഹിം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന ദിവസം ന്യൂസ് 24ഉം ആ വോട്ടെണ്ണലിന്റെ പുരോഗതിയും ലീഡും അങ്ങനെ അറിയിച്ചുകൊണ്ടേയിരുന്നു. UDF അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭൂരിപക്ഷത്തിലേക്ക്. അത് 72 എന്ന മാന്ത്രിക സംഖ്യയും കഴിഞ്ഞ് 102ലേക്ക് വൻ കുതിപ്പ് കുതിക്കുമ്പോൾ ഇവിടെ ന്യൂസ് 24ന്റെ ഫ്ലോറിലിരുന്ന് ആനന്ദ നൃത്തമാടിയ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ ഹാഷ്മി താഹിം എന്നാണ് ഈ ഇടതുപക്ഷത്തെ ചിലരെങ്കിലും പറയുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ അന്ന് അധികാരമേറ്റെടുത്ത ഈ UDF സർക്കാരിനെയും അതിൻ്റെ അധിപനെയും ഈ വിധത്തിൽ നിശിതമായി വിമർശിക്കുന്നത് എന്നത് ചരിത്രത്തിൻ്റെ നിയോഗമായിരിക്കാം. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നമുക്ക് മറ്റൊരു ദൃശ്യം കൂടെ കണ്ടിട്ട് വരാം. ഇതാണ് രണ്ടാമത് വിവാദമായ മറ്റൊരു ദൃശ്യം. നമ്മുടെ മുഖ്യമന്ത്രി ഈ പ്രളയം നടക്കുമ്പോൾ ഒരു വിവാദ ഹെലികോപ്റ്റർ യാത്ര നടത്തി. കിട്ടി മറ്റൊരു സുവർണാവസരം കൂടി. ആർക്ക്? ഈ വലതുപക്ഷക്കാർ പറയുന്നത് ഈ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന കമ്മികൾക്ക് മറ്റൊരു സുവർണാവസരം കൂടെ കിട്ടി. കേരളം ഈ പ്രളയത്തിൽ മുങ്ങിത്താഴുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ അങ്ങ് കൊച്ചിയിലേക്ക് പറക്കുകയായിരുന്നു അത്രേ. അപ്പം എന്താണ് ഏതാണ് എന്ന് ആർക്കും അറിയില്ല. ഒരാൾക്കും എന്തിനാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ല. ചിലർ പറയുന്നു ആശുപത്രിയിൽ കിടക്കുന്ന അമ്മായിയപ്പനെ കാണാൻ വേണ്ടി മാത്രം ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു അഭ്യൂഹം മാത്രം നിലനിന്നുകൊണ്ട് ആ യാത്രയ്ക്ക് ഇന്നലെയാണ് അത് വ്യക്തമായ ഒരു മറുപടി നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയത്. അപ്പോഴാണ് കേരളത്തിന് ഒരാശ്വാസം വന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കേരളം പ്രളയത്തിൽ മുങ്ങുമ്പോഴും നമ്മൾ ഈ കേരളത്തിൻ്റെ വ്യവസായ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് കേരളം ഇന്നലെയാണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്കതിലെന്താ വിഷമം? അത് അദ്ദേഹം തന്നെ പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ കേട്ടാലും. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. 1 നിക്ക് 2 നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം.
കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത് പിന്നീട് ഒരു ആക്ഷേപവും അത് നമുക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇത്രയും കെയർഫുൾ ആയ ഒരു ഭരണാധികാരിയെ നമുക്ക് കിട്ടിയല്ലോ എന്ന്. കേരളം അങ്ങ് മുങ്ങിത്താഴുമ്പോഴും കേരളത്തിന്റെ വികസനം മാത്രം സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരാളെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമല്ലേ. എന്ന് മാത്രമല്ല, നമ്മുടെ തമിഴ്നാട് ഇത് തട്ടിക്കൊണ്ടുപോകാൻ നിന്ന ഒരു വ്യവസായത്തെയാണ് ഇങ്ങോട്ട് കേരളത്തിലേക്ക് പിടിച്ചു വലിക്കാനായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പറന്നു പോയത്. അതിൽ എന്ത് തെറ്റാണുള്ളത്? അസൂയാലൊക്കെ പലതും പറയുന്നേ. ചില കുനിഷ്ഠ മനസ്സുള്ള ചിലരൊക്കെ ചോദിക്കുന്നത്, ഇത്ര അഹങ്കാരമുള്ള ഏത് വ്യവസായിയാണ് തങ്ങളിരിക്കുന്നിടത്തേക്ക് ഈ ഭരണാധികാരികൾ വന്ന് ഡിസ്കഷൻ വരണം എന്ന് നിഷ്കർഷിക്കുന്ന ഈ വ്യവസായി ആരാണെന്നാണ് ചോദിക്കുന്നത്. അവരിനിവിടെ വ്യവസായം കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭരണാധികാരികളെ കൊണ്ട് വരപ്പിക്കില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അത്തരം ഒരു വ്യവസായി ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മൾ മലയാളികൾക്ക് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി ആ പേര് മാത്രം പറയുന്നില്ല. ആ പേര് പറയാൻ പറ്റില്ല അത്രേ, രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് പോലും. അത് മറ്റുള്ള സംസ്ഥാനങ്ങൾ അറിഞ്ഞാൽ അവർ തട്ടിക്കൊണ്ടുപോയാലോ എന്നുള്ള പേടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ളത്. എന്തായാലും കേരളത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിത് പൊറുക്കാവുന്ന ഒരു തെറ്റ് മാത്രമല്ലേ എന്ന് നമുക്ക് ചോദിക്കാം. ഈ വിധ വിശദീകരണങ്ങളെ കൊണ്ട് ഒന്നും തൃപ്തി വരാത്ത ചില മാധ്യമപ്രവർത്തകരും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അങ്ങനെ തൃപ്തി വരാത്ത ഒരാളുടെ ചില നിരീക്ഷണങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. 3 ദിവസങ്ങളായി തുടരുന്ന വിവാദം, ആ സമയങ്ങളിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് നമുക്കൊന്ന് നോക്കി വരാം. ഫാക്ട് ചെക്ക്. 31/7/2026, അതായത് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് യാത്ര ചെയ്ത ദിവസം മുഖ്യമന്ത്രിയുടെ പേരിൽ ഔദ്യോഗികമായി ഷെഡ്യൂൾ ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ് റിലീസിൽ ഒരു പരിപാടിയും, സ്വകാര്യമോ അതല്ല ഔദ്യോഗികവുമായ ഒരു പരിപാടിയും ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തി. ആദ്യം കൊച്ചിയിലേക്ക് വന്ന മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ കാലാവസ്ഥ മോശമായതിനാൽ തിരുവല്ലയിൽ നിന്ന് തിരിച്ചു വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോയി 55 മിനിറ്റ് പറന്നതിന് ശേഷം വീണ്ടും തിരിച്ച് കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ ഇറക്കാതെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. പിന്നീട് കാലാവസ്ഥ സാധാരണ നിലയിലായപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അതേ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തി ആലുവയിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന ഭാര്യാപിതാവിനെ കണ്ട് തിരിച്ചു മടങ്ങി. 20 മിനിറ്റ് നേരം ഭാര്യാപിതാവിനോടൊപ്പം മുറിയിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി. അതിനുശേഷം തിരിച്ച് ഹെലികോപ്റ്റർ മടങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇനി ഇതാണ് 31-ാം തീയതി നടന്നത്. അപ്പോൾ അന്ന് ഏതെങ്കിലും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇല്ല എന്നുള്ളതാണ്. റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാർ അന്നത്തെ മുഖ്യമന്ത്രിയുടെ സകല പരിപാടികളും വിശദമായി ഒന്ന് പരിശോധിച്ചു. അവിടെ നിന്ന് ഹെലികോപ്റ്റർ പറന്നുയർന്ന സമയം രാവിലെയാണെന്ന് ഓർക്കണം. വൈകുന്നേരം നിശ്ചയിച്ച മീറ്റിംഗ് ആണെന്ന് പറയുന്നു. പറന്നുയർന്നു, പകുതി ദൂരം പറന്ന് തിരിച്ചു പറന്നു, വീണ്ടും യു ടേൺ എടുത്തു. നമ്മൾ യു ടേണൊക്കെ ഒരു സ്വഭാവമാണല്ലോ. എന്തായാലും വീണ്ടും തിരിച്ച് കാലാവസ്ഥയ്ക്ക് അനുകൂലമായപ്പോൾ കൊച്ചിയിലേക്ക് പറന്നു വന്ന് ഇവിടെ കണ്ട ഒരാളുടെ പേര് നമ്മുടെ അരുൺകുമാർ പറയുകയും ചെയ്തു. മറ്റൊരു വിവരവും ആർക്കില്ല, നമ്മുടെ അരുൺകുമാറിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവിടെ ഇൻവെസ്റ്റർ മീറ്റ് നടന്നതായി അരുൺകുമാറിന് ബോധ്യപ്പെട്ടിട്ടില്ല. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടുവോ എന്ന് നമുക്കറിയില്ല. പക്ഷെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഇൻവെസ്റ്റർ മീറ്റ് നടന്നു എന്ന് പറയുന്നു. നമുക്കത് മുഖവിലക്കെടുക്കാം. ഇനി 1-ാം തീയതി, അതായത് ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങിനെ ചൊല്ലിയും വിവാദമുയർന്നു. ഇന്നലെ, അതായത് ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തുമെല്ലാം വലിയ പ്രളയസമാനമായ സാഹചര്യമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങളുടെ പൊന്നാനിയിലെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനെത്തി. ഉച്ചയ്ക്ക് ശേഷം 3:15-നും 3:30-ക്കും ഇടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊന്നാനിയിലെ വീട്ടിലെ ഈ സന്ദർശനം. അത് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്, മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചിരുന്നതുമാണ്. അതേസമയത്ത്, അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ പൊന്നാനിയിൽ ബാഫക്കി തങ്ങളുടെ വീട്ടിൽ 3 മണിക്ക് ശേഷം സൗഹൃദ വിരുന്നിന്റെ ഭാഗമായുള്ള ലഞ്ച് കഴിക്കുന്ന സമയത്ത് വയനാട്ടിലും ഇടുക്കിയിലും പത്തനംതിട്ടയിലും രക്ഷാപ്രവർത്തനം നടക്കുകയായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി ഷെഡ്യൂൾ ചെയ്ത പരിപാടികൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് നോക്കാം. 8 മരണം റിപ്പോർട്ട് ചെയ്ത, 197 പേര് ഭാഗിക വീടുകൾ തകർന്ന, 27 വീടുകൾ പൂർണ്ണമായും തകർന്ന, 5000-ലേറെ പേർ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്ന പ്രളയസമാന സാഹചര്യമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി അങ്ങ് പൊന്നാനിയിൽ വിരുന്നുണ്ണുകയായിരുന്നു എന്നാണ് അരുൺകുമാർ പറഞ്ഞു വരുന്നത്. അപ്പോ നമ്മുടെ മുഖ്യമന്ത്രിക്കും അതിന് ചിലതൊക്കെ പറയാനുണ്ടാവുമല്ലോ. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനന്ന് ഭക്ഷണം കഴിച്ചു പോയി. പാവം നമ്മുടെ മുഖ്യമന്ത്രി
കാലത്ത് മുതൽ നെട്ടോട്ടമായിരുന്നു. ആ തിരക്കിനിടയിൽ ഒരു 3:30 മണിയായപ്പോൾ ഇത്തിരി വിശപ്പ് തോന്നി ഇത്തരം ഭക്ഷണം കഴിച്ചു പോയതാണ്. അതിനെയാണ് ചില ദുഷ്ട മനസ്സുകൾ പരിഹസിക്കുന്നത്. കേരളത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളം കയറി, അവിടെ കുറച്ച് പേർ വെള്ളത്തിൻ്റെ അടിയിലായി, അവർക്ക് സകലതും നഷ്ടപ്പെട്ട് അവർ അഭയകേന്ദ്രങ്ങളിലൊക്കെ പോയി ഇത്തിരി ഭക്ഷണം കിട്ടുമോ, ഇത്തിരി മരുന്ന് കിട്ടുമോ എന്നൊക്കെ ഓടി നടക്കുന്ന സമയത്ത് ഇവിടെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു എന്ന് പരിഹസിക്കുന്നതാണ് ഈ മനസ്സുള്ള മനുഷ്യർ ചെയ്യുന്നത്. അതിനെയാണ് അത്രേ ഈ വിധത്തിൽ പരിഹസിക്കുന്നത്. അത് മഹാകഷ്ടമാണെന്നേ പറയുള്ളൂ. ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിനെ പരിഹസിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് അറിയപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൂ. എന്നാൽ ചില മാധ്യമപ്രവർത്തകർ ഈ ഭരണാധികാരിയുടെ ഈ സമയത്തെ ഈ പരിപാടികളൊന്നും, ഈ ഹെലികോപ്റ്ററിലെ ഏതോ അറിയപ്പെടാത്തൊരു വ്യവസായിയുമായിട്ടുള്ള ഡിസ്കഷന് പോയതും, പിന്നെ ഈ ഇവിടെ പോയി വിരുന്നുണ്ടതും, പിന്നെ ചില സ്വർണ്ണാഭരണ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ പോയതും, കാപ്പിക്കടയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോയതും, മറ്റ് ചില ഉദ്ഘാടന പരിപാടികൾക്കൊക്കെ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് അവസരോചിതമായ പരിപാടിയായിട്ട് ഭരണാധികാരിക്ക് ചേർന്നതല്ല എന്നാണ് ചില മാധ്യമപ്രവർത്തകർ പറയുന്നത്. അവർക്ക് അതും കൂടെ പറഞ്ഞാലാണ് അവരുടെ കലിപ്പ് തീരുള്ളൂ എങ്കിൽ അവരതും കൂടെ പറയുന്നത് കേട്ടിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നന്ദി, നമസ്കാരം. അതും കൂടെ ഒന്ന് കേട്ടുകൊള്ളണം കേട്ടോ. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് മെസ്സേജാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം 2018 പ്രളയ സമയത്ത് അദ്ദേഹം പറവൂർ MLA ആണല്ലോ. അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിച്ച ഒരു പ്രസംഗം ഞാൻ കേൾപ്പിച്ചു തരാം. കാത്തുനിന്ന് എല്ലാ ഡാമുകളും ഒരുമിച്ച് തുറന്നിട്ട് മഹാപ്രളയം സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദികൾ ആരാണ്? രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ച് ഈ ചർച്ചയുടെ ഗൗരവത്തെ ചോർത്തിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കെടുകാര്യസ്ഥതയുടെ, ആസൂത്രണമില്ലായ്മയുടെ, കുറ്റകരമായ അനാസ്ഥയുടെ ബാക്കി പത്രമാണ് ഈ മഹാദുരന്തം എന്ന് ചരിത്രം വിധി എഴുതാൻ പോവുകയാണ്. സർ, ഡാം മാനേജ്മെന്റിന്റെ ABCD അറിയാൻ പാടില്ലാത്ത ആളുകളെ അതിന്റെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചതാരാണ് സർ? അതിനെ ആ ഡാം മാനേജ്മെൻറ്റ് ഇന്നലെ രാത്രി ചെയ്തതെന്താ അറിയാം? മിനിഞ്ഞാന്ന് രാത്രി 8 മണിക്ക് ഇത്ര വലിയൊരു സാഹചര്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് രാത്രി 1 മണിക്ക് അങ്ങ് തുറന്നു വിട്ടു. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലല്ലോ. കേരളത്തിലെ KSEB മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് വന്നില്ലല്ലോ. ഒരു സംവിധാനം വന്നില്ല. 192 അടിയായി എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് തുറന്നങ്ങ് വിട്ടു രാത്രി 1 മണിക്ക്. ആരോട് വിളിച്ചു പറഞ്ഞിട്ടാ? മന്ത്രിക്ക് മഴക്കാലത്ത് ഭക്ഷണം കഴിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങ് ഭക്ഷണം കഴിച്ചോളൂ സാർ, അങ്ങ് മണിപാടികളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. പക്ഷേ അങ്ങയ്ക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങൾ വെള്ളത്തിനടിയിലാണ്. അങ്ങേക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാവപ്പെട്ട ജനങ്ങൾ മണ്ണിനടിയിലാണ്. ഇത് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്തത് എന്തോ വലിയ പ്രശ്നം എന്നുള്ള പോലെയാണെന്ന്. കേരളത്തിലെ ഹെലികോപ്റ്റർ എടുത്ത് പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല കേരളത്തിലെ ജനങ്ങൾക്ക്. പക്ഷെ അത് ഏത് സമയത്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ 5700 പേർ അത് ഈ പറയുന്ന ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എവിടെ കിടക്കുകയാണ്? ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുകയാണ് അല്ലേ? അവർക്ക് വെള്ളം വേണം, വെളിച്ചം വേണം, അവർക്ക് വേണ്ട സംവിധാനങ്ങൾ വേണം. അവർ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി 2018 പ്രളയത്തിൻ്റെ അകത്ത് മുഴുവൻ സംവിധാനവും നശിച്ചവരാണ് റാന്നിയിലും പത്തനംതിട്ടയിലുള്ളവർ. വെള്ളം കയറിയിട്ട് ആ കടത്തിൽ നിന്ന് കര കയറി തിരിച്ചു വരുന്നതേ ഉള്ളൂ. ആ കടകൾ നിങ്ങൾ കണ്ടില്ലേ? കടയുടെ ബോർഡിൻ്റെ ഒപ്പം വെള്ളമാണ്. ഒരു സാധനം ആ ഓഫീസിൽ കൂടെ ഉണ്ടാവില്ല. ഇപ്പം തന്നെ പറഞ്ഞല്ലോ, രാത്രി 11 മണിക്ക്, തലേദിവസം രാത്രി 11 മണിക്ക് തട്ടുകട അടച്ച് തിരിച്ചു പോകുന്നവൻ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. അവൻ തിരിച്ച് പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴത്തേക്ക് അവൻ്റെ കഴുത്തിനൊപ്പം വെള്ളമാണ്. അവൻ്റെ വീടുകൾ മുഴുവൻ മുങ്ങിയിട്ടാണ്, കടകൾ മുഴുവൻ മുങ്ങിയിട്ടാണുള്ളത്. ഹെലികോപ്റ്റർ എടുത്ത് പറക്കേണ്ടിരുന്നത് എങ്ങോട്ടാണ്? ഇടുക്കിയിലേക്കായിരുന്നു നിങ്ങൾ പറക്കേണ്ടിരുന്നത്, പത്തനംതിട്ടയിലേക്കായിരുന്നു പറക്കേണ്ടിരുന്നത്. ജനങ്ങളെ ആശ്വസിപ്പിക്കണമായിരുന്നു. ഇതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രതീക്ഷിച്ചാണ് കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനാകണമെന്ന് ജനങ്ങൾ ഈ പറഞ്ഞ റോട്ടിൽ കൂടെ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തെ ആക്കിയത്. ഈ വിഷയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകർ പറയുന്നത്, ഇവർ പറയുന്നതിലും ചില പോയിന്റ് ഇല്ലേ എന്ന് ആരെങ്കിലും ധരിച്ചു പോയാൽ അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് ഭരണാധികാരി വർഗം ഓർത്താൽ അവർക്ക് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.